പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് UDF സർക്കാരിൻ്റെ കാലത്തിലേക്ക് എത്തുമ്പോൾ VD സതീശൻ സർക്കാരിലേക്ക് എത്തുമ്പോൾ ഇതാ ക്ലീൻ ചിറ്റ് ലഭിക്കുകയാണ്. ക്രമവിരുദ്ധമായി പദ്ധതികൾ ഊരാളുങ്കലിന് നൽകിയിട്ടില്ല എന്നാണ് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ പറയുന്നത്. ഊരാളുങ്കൽ ഗുണനിലവാരം കർശനമായി പാലിക്കുന്നുണ്ട്. പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രതികളിൽ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. PWD മാനുവൽ, SPD കണ്ടീഷൻ എന്നിവ അനുസരിച്ചാണ് ഇവ നടപ്പിലാക്കുന്നത്. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതായി ക്വാളിറ്റി കൺട്രോൾ മാനുവൽ അവലംബിച്ചു വരുന്നു. ഗുണനിലവാര പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാർക്ക് ബിൽ തുക നൽകുന്നത്. പ്രവൃത്തികളുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം നടത്തുന്നതാണ്. VV അരുണാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, അത് സ്വാഭാവികമായും ചോദ്യോത്തരവേളയിലെ മറുപടിയാണ്. ABC എന്ന നിലയിൽ അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, ഈ ഉത്തരങ്ങൾ തയ്യാറാക്കുന്നത് യഥാർത്ഥത്തിൽ മന്ത്രിമാരാണ് സഭയിൽ ഇത് വായിക്കുന്നത് എങ്കിലും അത് ഉദ്യോഗസ്ഥ തലത്തിലാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് പ്രധാനമായും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പദ്ധതികൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പദ്ധതികൾ നൽകുമ്പോൾ ഗുണനിലവാരമില്ലാതെ പദ്ധതി നൽകിയെന്ന് സർക്കാരിൻ്റെ ഒരു മറുപടി ഉണ്ടാവുക സാധ്യമല്ല. പക്ഷേ എന്നാൽ പോലും ഈ മറുപടി നൽകിയ ആൾ അതിപ്പോൾ UDFൻ്റെ മന്ത്രിയാണ് എന്നതുകൊണ്ടും ഇതേ UDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നേരെ നടത്തിയിട്ടുള്ള വിമർശനങ്ങൾക്ക് കയ്യും കണക്കുമില്ല എന്നതുകൊണ്ടും തീർച്ചയായും ഇത് വളരെ വാർത്താ പ്രാധാന്യം അർഹിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ഊരാളുങ്കലിൽ നൽകിയ പദ്ധതികളെല്ലാം വഴിവിട്ടാണ്, ക്രമക്കേടാണ്. CPMന്റെ ഒരു സ്ഥാപനം എന്ന നിലയിലാണ് ഊരാളുങ്കലിനെ കഴിഞ്ഞ UDF പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്ന് അതിന് ഘടകവിരുദ്ധമായ മറുപടിയാണ് സഭയിൽ മന്ത്രി PK ബഷീർ നൽകിയത്. ഊരാളുങ്കലിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ തെറ്റായ ടെൻഡർ നൽകിയതോ അല്ലെങ്കിൽ ആ രീതിയിൽ നടപടിയെടുത്തതിനോ തെളിവില്ല, അല്ലെങ്കിൽ അത്തരം സംഭവമേ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല, ഊരാളുങ്കലിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു മറുപടിയാണ് ഇന്ന് മന്ത്രി നൽകിയത്. ക്രമവിരുദ്ധമായ ഒന്നും ഊരാളുങ്കൽ നൽകിയിട്ടില്ല, വഴിവിട്ട് കരാറുകൾ നൽകിയെന്ന പ്രതിപക്ഷത്തിനുള്ള ആരോപണങ്ങളൊക്കെ തള്ളുന്ന ഒരു മറുപടി അദ്ദേഹം നൽകുന്നു. അവരുടെ നിലവാരമുള്ള പ്രവൃത്തികളെന്നാണ് PK ബഷീർ പറഞ്ഞത്. എല്ലാവരും അവർക്ക് പിന്നാലെ പോകുന്നത് കൊണ്ട് അവർക്ക് വർക്ക് ലോഡ് വരുന്നു, അതുകൊണ്ട് ചില പ്രവൃത്തികളിൽ മന്ദീഭവിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അവരുടെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ വ്യക്തമാക്കുന്ന മറുപടിയാണ് ബഷീർ നൽകിയത്. VT ബൽറാം അവിടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചോദിച്ചത് ഈ എല്ലാ പണികളും അവർക്ക് മാത്രം കിട്ടുന്നു, പ്രവർത്തികളൊക്കെ ഊരാളുങ്കലിൻ്റെ കുത്തകയമാണ്. അത് നേരത്തെ UDFൻ്റെ ആരോപണമാണ്. ആ ആരോപണം ഇന്ന് അദ്ദേഹം മറ്റു തരത്തിൽ ചോദിച്ചു. അപ്പോഴും അതിനും പൂർണ്ണമായും ഊരാളുങ്കലിനെ കുറ്റപ്പെടുത്തിയ മറുപടിയല്ല ബഷീർ നൽകിയത്. അത്തരം പരാതികളുണ്ടെങ്കിൽ പരിശോധിക്കാം, അത് മുഖ്യമന്ത്രിയും കൂടെ ആലോചിച്ച് തീരുമാനമെടുക്കുക. അതായത് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞ അപ്പുറത്തേക്ക് എക്സസായ വർക്ക് നൽകുന്നു എന്ന പരാതി ഉണ്ടല്ലോ, നിരീക്ഷണമുണ്ടല്ലോ, അതിലെന്താണ് നിലപാട് എന്ന ചോദ്യമാണ് ചോദിച്ചത്. അതിനാണ് അത്തരം മറുപടി നൽകിയത്. ഏതായാലും നമ്മൾ എടുത്തു പറയേണ്ടത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ ടെലിവിഷൻ ചർച്ചകളിൽ ഉൾപ്പെടെ കോൺഗ്രസ് ഔദ്യോഗികമായാണ് പ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്നത്. കോൺഗ്രസ് നിർദ്ദേശിക്കുന്ന അംഗങ്ങൾ തന്നെയാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അബിൻ വർക്കിയൊക്കെ അടക്കം ഊരാളുങ്കലിനെ ഏൽപ്പിച്ച പദ്ധതികളെ, ഉദാഹരണത്തിന് ഇപ്പോൾ വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു വീടിന് വരുന്ന നിർമ്മാണ ചെലവ് എത്രയാണ്, പക്ഷേ അതിന് എത്ര രൂപയാണ് കോട്ട് ചെയ്തിട്ടുള്ളത്, ചില നിർമ്മാണ പ്രവൃത്തികൾക്കെങ്കിലും മറ്റാരും കോട്ടിൽ പങ്കെടുക്കാതെ തന്നെ ഊരാളുങ്കലിന് നൽകുന്നു. അങ്ങനെയുള്ള നിരവധിയായ വിമർശനങ്ങൾ ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് പല ചർച്ചകളിലടക്കം ഉയർന്നു വന്നിട്ടുണ്ട്. അബിൻ വർക്കിയും ഇതിൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹം പ്രധാനം ചോദിച്ചത് ഊരാളുങ്കലിൻ്റെ സബ്സിഡറി കമ്പനികൾ ഏതെങ്കിലും തരത്തിൽ, പ്രത്യേകിച്ച് ഈ ശബരിമല അയ്യപ്പ സംഗമത്തിൻ്റെ നടത്തിപ്പ് PR നടത്തിപ്പൊക്കെ അവരുടെ കമ്പനിയായിരുന്നു, അതിലേതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട ടെൻഡറുകൾ നൽകിയിട്ടുണ്ടെന്ന ചോദ്യമുണ്ട്. അതിലും അദ്ദേഹം ശരിയെന്ന മറുപടിയല്ല, ആരോപണങ്ങൾ ശരിവെക്കാത്ത തരത്തിലുള്ള മറുപടിയാണ് ഇന്ന് ബഷീർ നൽകിയത്. അവർക്ക് സബ്സിഡികൾ സ്വാഭാവികമായി ഇത്തരം കമ്പനികൾക്ക് ഉണ്ടാകും, അത് ആ രീതിയിൽ തന്നെ കരാർ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന മറുപടിയാണ്. കൂടുതൽ വിശദാംശങ്ങൾ അതിൻ്റെ ഈ അയ്യപ്പ സംഗമത്തിനടക്കം കൂടുതൽ വിശദാംശങ്ങൾ നോക്കിയ ശേഷം പ്രതികരിക്കാമെന്നും
അദ്ദേഹം പറഞ്ഞു. UDF-ന്റെ രാഷ്ട്രീയ ആരോപണം തന്നെയാണ്. അവരെ സൂചിപ്പിച്ച പോലെ നേരത്തെയൊക്കെ ഊരാളുങ്കൽ CPM-ന്റെ സഹകരണ സ്ഥാപനമാണ്, അല്ലെങ്കിൽ CPM നേതൃത്വത്തിലുള്ള സഹകരണ സ്ഥാപനമാണ്. അതിന് വഴിവിട്ട് കഴിഞ്ഞ സർക്കാർ എല്ലാ പ്രവൃത്തികളും നമ്മളിപ്പോൾ ഉള്ള നിയമസഭയിലെ ഈ ശങ്കരനാരായണ തമ്പി ലോഞ്ച് അടക്കം ഊരാളുങ്കൽ ചെയ്തതാണ്. റോഡുകൾ വരുമ്പോൾ ഊരാളുങ്കൽ ചെയ്യുന്നു. എല്ലാം ഊരാളുങ്കലിന് മാത്രമായി നൽകുന്നതിൽ ഒരു അതൃപ്തി കോൺഗ്രസിനുണ്ട്. അത് ഇന്ന് VT ബലറാമും അബിൻ വർക്കി പോലുള്ള MLA-മാർ അത് പരോക്ഷമായെങ്കിലും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിൽ എല്ലാം അവർക്ക് നൽകാതെ മറ്റുള്ളവരെ കൂടി പരിഗണിക്കണമെന്നൊരു ആവശ്യം. പക്ഷേ ഊരാളുങ്കൽ മികച്ച സ്ഥാപനം എന്നൊരു സർട്ടിഫിക്കറ്റാണ് ബഷീർ നൽകിയത്. സ്വാഭാവികമായും ഈ അയ്യപ്പ സംഗമത്തിന്റെ അടക്കം കാര്യങ്ങളിൽ പിന്നീട് പരിശോധന ഉണ്ടാകുമെന്ന സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. യെസ്, അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതായത് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വലിയ വിമർശനമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അത് ഇടതുപക്ഷത്തിൻ്റെ തന്നെ ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ സംവിധാനമാണ്. ആ സംവിധാനത്തിലേക്ക് എല്ലാ നിർമ്മാണ പ്രവൃത്തികളും എത്തുന്നു. അങ്ങനെ വലിയ തോതിലുള്ള കമ്മീഷൻ അടക്കം ഈ ഇടത് സർക്കാരിന് ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയം ഉയർത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പലപ്പോഴായി കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ നിയമസഭയിൽ UDF-ന്റെ മന്ത്രി തന്നെ മറുപടി നൽകുന്നത് അങ്ങനെ ക്രമക്കേടുകളില്ല എന്ന്. അവിടെ പ്രേക്ഷകരെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കേണ്ടത്, നിയമസഭയിൽ ചോദ്യോത്തരവേള എന്നത് ഈ തത്സമയം നടക്കുന്നുവെങ്കിൽ പോലും ആ ചോദ്യങ്ങൾ നേരത്തെ എഴുതി തയ്യാറാക്കി കൊടുക്കണം. അതിൽ തന്നെ ഈ ചോദ്യങ്ങൾ പരിശോധിച്ച് ബന്ധപ്പെട്ട വകുപ്പുകളുടെ സഹായത്തോടു കൂടിയാണ് ഉദ്യോഗസ്ഥർ മറുപടി തയ്യാറാക്കുന്നത്. അങ്ങനെ തയ്യാറാക്കുന്ന മറുപടിയാണ് മന്ത്രിമാർ അവതരിപ്പിക്കാറുള്ളത്. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ, രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള വിഷയങ്ങളിലൊക്കെ മന്ത്രിമാർ മറുപടി നൽകുമ്പോൾ ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒന്നുകൂടി പരിശോധിച്ച് ആണ് തന്ത്രപരമായി ഒക്കെ സഭയിൽ മറുപടി നൽകാറുള്ളത്. പക്ഷേ ഇവിടെ ഇതാ ഊരാളുങ്കലിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തുന്ന മറുപടിയിലേക്ക് പോയില്ല എന്ന് മാത്രവുമല്ല, പരാതികളുണ്ടെങ്കിൽ അന്വേഷിക്കാം എന്നുകൂടിയാണ് മറുപടി നൽകിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.